ഇത് മുളക്കൂമ്പാണ് കേട്ടാ. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് ഉപ്പേരി വയ്ക്കാനാണ്. ഇത് 3 ദിവസം വെള്ളത്തിലിടണം. ഇപ്പൊ ഇന്ന് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നാളെ കഴുകി വേറെ വെള്ളം ഒഴിച്ച് അങ്ങനെ വെക്കണം. പിറ്റേ ദിവസം അങ്ങനെ തന്നെ. അങ്ങനെ 3 ദിവസം വെള്ളത്തിലിട്ടതിന് ശേഷമാണ് ഇത് ഉപ്പേരി വയ്ക്കുക അല്ലെങ്കിൽ കറി വയ്ക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. നമുക്കിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കട്ടെ. ഇവിടെ എല്ലാവരും വർഷത്തെ ഒരിക്കൽ ഉപയോഗിക്കും. കഴിക്കുന്നത് നല്ലതാണെന്ന് പറയേണ്ടത്. നല്ല പ്രോട്ടീനും കാര്യങ്ങളും ഉണ്ടാവും പറയുന്നത്. ചെറുതാക്കി അരിയണം. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് വെള്ളത്തിയിട്ട് വെക്കാം. ഇതിന്റെ ലാസ്റ്റ് ഭാഗം കളയണം. ഇവിടെയൊക്കെ ഭയങ്കര കട്ടിയാ. ഇതൊക്കെ കളയണം. നമ്മുടെ അരിഞ്ഞു കഴിഞ്ഞു കേട്ടാ. ഒരെണ്ണം അരിഞ്ഞിട്ട് ഞാൻ വെള്ളത്തിലിട്ട് രണ്ടാമത്തെ അരിഞ്ഞും കൂടി അതിൻ്റെ കൂടെ ഇടാൻ പോകും. നല്ല കയ്പ്പാണ് കേട്ടോ. അപ്പൊ അതൊക്കെ പോകാനായി 3 ദിവസം വെള്ളത്തിലിടണം എന്ന് പറയുന്നത്. നമുക്ക് മുളക്കൊമ്പ് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിലേക്ക് കുറച്ച് വറ്റൽമുളക് ഒന്ന് ചൂടാക്കി എടുക്കണം. മുളക് കുറവായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ ഇട്ട് കൊടുക്കാം. ചെറിയ ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ ലേശം ഉലുവ കുറച്ച് മതി. അധികം കുറച്ച് വെള്ളുള്ളി ഒക്കെ ഇട്ടിട്ട് ഒന്ന് വറുത്തിടും. നമുക്ക് വള കുറച്ച് പച്ചത്തേങ്ങ കുറച്ച് പുളി പിന്നെ ലേശം കറിവേപ്പില പിന്നെ നമ്മൾ വറുത്ത് വെച്ച ഐറ്റംസ് ഇതൊക്കെ കൂടി നല്ലപോലെ അരച്ചിട്ട് വരാം കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടീസ്പൂൺ. നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുക്. അപ്പൊ കടുക് പൊട്ടി ലേശം കറിവേപ്പിലയും ഒരു മുളക് പൊടി. നമുക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ചെറിയ സവാള നല്ലപോലെ വഴുത്താം. സവാള നല്ലപോലെ വഴന്നിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കുന്നു. പിന്നെ മുളക്കൂമ്പിന്റെ കൂടെ കുറച്ച് ചക്കക്കുരു ഇട്ട് കൊടുക്കണ്ടേ. അപ്പൊ ഇതിന്റെ ഒപ്പം മുളക്കൂമ്പ് നമുക്ക് ഇട്ട് കൊടുക്കും. ഒരു 1/2 കിലോ ഉണ്ടോ നമുക്ക് ഉപ്പ് ഇട്ടു പൊടിപ്പാണ്. അപ്പൊ കുറച്ചൊക്കെ ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിൽ കിടന്ന് വേവട്ടെ. സ്റ്റൗ തുറന്നോ പാകമായിട്ടുണ്ട്. വളരെ അരപ്പുഴ മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. കുറേശ്ശെ വെള്ളം ഉണ്ടാവും. ചോറിൻ്റെ ഒപ്പൊക്കെ കഴിക്കാൻ പറ്റും. നമുക്ക് മൂടി വയ്ക്കാം. നമ്മുടെ മുളക്കൂമ്പ് റെഡി ചെയ്യാൻ നോക്കട്ടെ. വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വയ്ക്കി പാത്രത്തിൽ. നമ്മുടെ മുളക്കൂമ്പ് ഉപ്പേരിയുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യട്ടെ.